Assalamualaikum, welcome back to my channel Lubna's Cloud. It's me Lubna. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മണി ബൊക്കെ നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്കിത് പല മെത്തേഡിൽ ചെയ്യാൻ പറ്റും. ഞാനൊരു മെത്തേഡിലാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പം ഇതിനു വേണ്ടി ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു പൈസ പേപ്പർ പൈസയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം ഇതിന് പകരം നമ്മൾ റിയൽ നോട്ട് തന്നെയാണ് നമ്മൾ ഈ ബൊക്കെ ചെയ്യുമ്പോൾ ചെയ്യുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇതുപോലുള്ള ബാംബൂ സ്റ്റിക്കും പിന്നെ ഇതുപോലുള്ള ഇൻസുലേഷൻ ടാപ്പുമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പം ആദ്യം നമുക്ക് ഈ ഒരു ബാംബൂ സ്റ്റിക്ക് ഇതിൽ നിന്ന് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഫോൾഡിംഗ് എന്ന് പറയുന്നത് പല മെത്തേഡിൽ നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഒരു മെത്തേഡിലാണ് ഇപ്പോൾ ഫോൾഡിങ് കാണിക്കുന്നത് കേട്ടോ. അങ്ങനെ ഫുള്ള് ഞാനിപ്പോൾ ഇത് ഫുള്ളൊന്ന് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്തിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഫോൾഡിങ് നോക്കാം. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ഒരുപാട് ഈ ഡൗട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഒരുപാട് മെസ്സേജും കാര്യങ്ങളൊക്കെ വരാറുണ്ട് കേട്ടോ. അപ്പം മാക്സിമം ഞാൻ എല്ലാത്തിനും റിപ്ലൈ ചെയ്യലുണ്ട്. പക്ഷേ ചിലതൊക്കെ വെച്ചാൽ നമ്മൾ കറക്റ്റ് എല്ലാ കാര്യങ്ങളും മെഷർമെൻ്റ് അടക്കം ഉൾപ്പെടുത്തിയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം ഒരുപാട് സമയം എടുത്തിട്ടാണ് ഓരോ വീഡിയോ എടുക്കുന്നതും അത് എഡിറ്റ് ചെയ്തിടുന്നതൊക്കെ. അതൊക്കെ ഇപ്പം ഓൾറെഡി കണ്ടൻറ്റൊക്കെ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും. അപ്പം അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം പിന്നെ സെയിം സംഭവം തന്നെ നമ്മളങ്ങനെ വന്നിട്ട് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാവുന്ന പോയി ചെക്ക് ചെയ്യാൻ പറഞ്ഞാലൊന്നും അവർക്കത് പോയി നോക്കാനോ ചെയ്യാനോ ഒന്നുള്ള ക്ഷമയും കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പം എന്താ വെച്ചാൽ മാക്സിമം ഞാൻ അത് ചെയ്യാത്ത കാര്യങ്ങളോ അങ്ങനെയൊക്കെ ആണെങ്കിൽ എൻ്റെ ടൈമിനനുസരിച്ച് എനിക്കറിയാം. വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, എനിക്ക് 2 ചെറിയ മക്കളാണല്ലോ. അപ്പം അവരെയൊക്കെ വെച്ചിട്ടാണ് എല്ലാം കൂടെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പം മാക്സിമം ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പം വീഡിയോ ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണെങ്കിൽ പിന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. കാരണം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അവിടെ അത്രയും സമയം എടുത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പം അതല്ലാത്ത കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, മെസ്സേജ് ചെയ്താൽ ഞാൻ എന്തായാലും ടൈമിനനുസരിച്ച് ഞാൻ എന്തായാലും റിപ്ലൈ ചെയ്യാറുണ്ട്. അപ്പം അതൊന്ന് നോക്കുക കേട്ടോ. നിങ്ങൾ വീഡിയോ ഫുള്ള് കണ്ടിട്ട് അങ്ങനെ എന്നിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ചോദിക്കുക. അപ്പം അല്ലാത്ത കാര്യങ്ങളും ഡൗട്ട് ചോദിക്കുക. പിന്നെ ഒരുപാട് ബിഗിനേഴ്സ് ആയിട്ടുള്ള ക്രാഫ്റ്റേഴ്സൊക്കെ എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട് കേട്ടോ. ഓരോ കാര്യങ്ങളും ചോദിച്ചിട്ട് അതൊക്കെ അതിനനുസരിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പം ഇത് നമുക്കൊരു വിഷമമാണ്. അത് നമ്മളെന്തോ എന്താ പറയുക, ചിലവരൊക്കെ വന്ന് മെസ്സേജ് അയക്കുന്നത് കണ്ടാൽ തന്നെ നമുക്ക് നമ്മൾ എന്തോ ഒരു രീതിയിലൊക്കെയാണ് നമ്മളോട് മെസ്സേജ് അയച്ച് ചോദിക്കുക. അപ്പം നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റുമെങ്കിൽ പറയും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊരു വിഷമമാണ്. കാരണം നമ്മൾ എന്താ പറയുക, നമ്മുടെ അതേ ഒരു സെയിം ഫീൽഡിലേക്ക് വരാനോ അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ ചെയ്യാനോ വേണ്ടിയിട്ടായിരിക്കുമല്ലോ അവരും ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ അവർക്ക് കുറച്ചുകൂടി കഴിഞ്ഞാലേ അവർക്ക് മനസ്സിലാവുള്ളൂ എന്താണ് ഈ ഒരു ഇതിൽ ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന കാര്യങ്ങൾ എന്നുള്ള ഇതൊക്കെ. അപ്പോൾ ഇത് ഞാൻ ഫുൾ ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പല മെത്തേഡിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു മെത്തേഡാണ് കാണിക്കുന്നത്. അങ്ങനെ ഇത് ഫുള്ളും ഞാനിതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്ത് ബൊക്കെ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഇതുപോലെ കട്ടിയുള്ളൊരു തെർമോക്കോളിൻ്റെ ഒരു പീസാണ് ഇപ്പം എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിപ്പം ഈ ഒരു ബൊക്കെ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പം ഇതിൽ നമുക്ക് പല ഡിസൈനിൽ നമുക്ക് ഈ ബൊക്കെ അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഞാനിപ്പം ഒരു അറേഞ്ച്മെൻ്റാണ് കാണിക്കുന്നത്. എന്നിട്ട് ഞാൻ ഫസ്റ്റുള്ള ആ ഒരു റോ കഴിഞ്ഞതിന് ശേഷം ഒന്ന് സെല്ലോ ടാപ്പ് വെച്ചിട്ട് ഫുൾ ഒന്ന് ഇതുപോലെ റൗണ്ടിൽ ഒന്ന് ഉറപ്പിന് വേണ്ടിയിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ബാക്കി റൗണ്ടും കൂടെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ഫുള്ളും ഇതുപോലെ ഇതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടിട്ട് അപ്പം ഇത് നല്ലൊരു ഭംഗിയാണ് കേട്ടോ. നമുക്കിങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോൾ അതൊരു ക്യാഷാണെന്നും അങ്ങനെയൊന്നും കാണാത്ത ആ ഒരു ഇതായിരിക്കും നമുക്ക് പെട്ടെന്ന് നോക്കുന്ന സമയത്ത്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ മക്കളെ കുറച്ച് സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് എത്ര അവർ ഒന്ന് ഉറങ്ങിയിട്ടോ ഒന്ന് ഇതായിട്ടോ എഡിറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ ഒന്നും നടക്കില്ല. അപ്പോൾ പിന്നെ എന്തായാലും കുറച്ച് ചെറിയ സൗണ്ടൊക്കെ അല്ലല്ലോ. അപ്പം അവരുള്ളപ്പം
ഉണർന്നിരിക്കുമ്പോൾ തന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കും. ചിലപ്പോൾ ഉറങ്ങുന്ന സമയത്ത് വേറെ എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ ചെയ്ത് തീർക്കാനൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ചെയ്യാൻ പോകും, അതുകൊണ്ടാട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ടിഷ്യൂ ടൈപ്പ് റാപ്പറാണ് കേട്ടോ. അതായത് ടിഷ്യൂ പേപ്പറല്ല, പക്ഷേ ടിഷ്യൂ ടൈപ്പ് ആയിട്ടുള്ള റാപ്പർ. ആ ഒരു തിക്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, പക്ഷെ നമുക്ക് ഇതുപോലെ ബൊക്കെയൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ടൈപ്പ് പേപ്പറാണ്. അപ്പം ഇത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ബൊക്കെ ചെയ്തെടുക്കുന്നത്. പിന്നെ അപ്പം നമുക്ക് ഫുൾ ഈ രീതിയിൽ ഫോൾഡ് ചെയ്തതിന് ശേഷം ഫുള്ള് ടാപ്പ് വെച്ചിട്ട് ആദ്യം ഇതുപോലെ ഒന്ന് ഒരു ഫ്ലവർ പെറ്റലൊക്കെ പോലെ ഇതുപോലെ ഫുള്ളൊന്ന് നമുക്കിത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഫുള്ള് ഈ ഒരു ബൊക്കെ ഫുള്ള് റാപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു 7 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ടിഷ്യൂ പേപ്പർ തന്നെ നമ്മൾ സാധാ ടിഷ്യൂ പേപ്പറിൻ്റെ കട്ടി മീൻസ് ആ ഒരു മെറ്റീരിയൽ അല്ല, പക്ഷേ ടിഷ്യൂ റാപ്പർ എന്നാണ് ഇതിന് പറയാം. അപ്പം ഇത് ഒന്നെടുത്താൽ ഭയങ്കര നൈസായിട്ടായിട്ടുണ്ടാവുക. അപ്പം 2 ഷീറ്റ് എടുത്തിട്ടാണ് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നത്. ആ ഫോൾഡ് ചെയ്തത് ഒരു 7 എണ്ണം എടുത്തിട്ടുണ്ട് ഞാൻ ഫുള്ള് ഇതുപോലെ ചുറ്റും വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ഒന്നും കൂടെ കവർ ചെയ്ത് കൊടുക്കണം. ഇവിടെ ഞാൻ 2 ഷീറ്റ് എടുത്തിട്ടുണ്ട്. 2 ഷീറ്റ് ഒരുമിച്ച് ഫോൾഡ് ചെയ്തിട്ടാണ് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ആമസോണിലൊക്കെ അവൈലബിൾ ആണ് ഈ ഒരു റാപ്പർ. ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫുള്ള് ഇതാ ഇൻസുലേഷൻ ടാപ്പ് വെച്ചിട്ട് ഫുള്ള് നമ്മളിതുപോലെ ഫുള്ളും ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള മണി ബൊക്കെയൊക്കെ ഏറ്റവും സ്യൂട്ടായിട്ട് ഗിഫ്റ്റ് കൊടുക്കാൻ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ സിബ്ലിങ്സിനൊക്കെ കൊടുക്കാം. പിന്നെ അതുപോലെ മക്കൾക്കൊക്കെ ഇതുപോലെ ഒക്കെ ആക്കിയിട്ട് കൊടുക്കുമ്പം അവർക്കൊരു ക്യാഷ് പ്രൈസും ആവും. പിന്നെ നമുക്ക് ആ ഒരു നല്ലൊരു ഭംഗിയിൽ തന്നെ ചെയ്ത് കൊടുക്കാനും പറ്റും. അപ്പം എല്ലാവർക്കും ഉള്ള ഡൗട്ട് ഈ റിയൽ മണിയിൽ ഇപ്പം ഈ ഇൻസുലേഷൻ ടൈപ്പൊക്കെ വെച്ച് ചെയ്യുന്ന സമയത്ത് അത് പിന്നെ എടുക്കാൻ കിട്ടുമെന്നുള്ളതാണ്. ഇല്ല കേട്ടോ, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താലും എല്ലാം കെയർഫുള്ളായിട്ട് നമ്മളിത് ഇതിൽ നിന്ന് ഈ ബൊക്കെന്ന് റിമൂവ് ചെയ്യുമ്പോൾ കെയർഫുള്ളായിട്ട് തന്നെ എടുത്ത് ടാപ്പ് മെല്ലെ റിമൂവ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് നല്ല എല്ലാം എന്താ പറയുക ക്യാഷും നല്ല രീതിയിൽ തന്നെ കിട്ടും കേട്ടോ. അപ്പം ഇനി ഞാനിത് അതിൽ ഇതുപോലെ റിബണും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിന് പകരം വേറെ എന്തെങ്കിലും ഡെക്കറേഷൻസൊക്കെ അവിടെ ഒരു കാർഡും കാര്യങ്ങളൊക്കെ വെക്കാം, എന്തെങ്കിലും വിഷസ് പറഞ്ഞിട്ടുള്ള കാർഡും കാര്യങ്ങളൊക്കെ വെക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ ഞാൻ കുറച്ചുകൂടെ ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിലിതാ ഇതുപോലെ ഡ്രൈ ഫ്ലവേഴ്സും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് ഡ്രൈ ഫ്ലവർ ഒക്കെ ചെയ്യുന്ന ഷോപ്പിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ഒരുപാട് ഓൺലൈൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് ഓൺലൈൻ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതുപോലെ ഡ്രൈ ഫ്ലവേഴ്സൊക്കെ സെയിൽ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. പിന്നെ അതിലുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. എങ്കിലേ ഞാനിടുന്ന നെക്സ്റ്റ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുള്ളൂ. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിലെന്തായാലും കമൻ്റായിട്ടോ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുകയോ ചെയ്യുക. അപ്പോൾ നമ്മൾ വീഡിയോ ഇടുന്നത് വീക്കിലി വെനസ്ഡേ ഇന്ത്യൻ ടൈം 4 PM ആണ്. അപ്പം എല്ലാവരും എന്തായാലും ആ ഒരു സമയം വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.